വാർത്തകളിലേക്ക്. ഇടുക്കി മുള്ളരങ്ങാട് കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മുള്ളരങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. പശുവിനെ അഴിക്കാൻ തേക്കിൻകൂപ്പിൽ പോയപ്പോൾ കാട്ടാനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു. അമിഷ പ്രദീപുണ്ട് വിവരങ്ങളുമായി. അമിഷ, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാളിദാസ് മുള്ളരിങ്ങോട് സ്വദേശി അമർ ഇലാഹി, 22 വയസ്സുള്ള അമർ ഇലാഹി എന്ന യുവാവിനാണ് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം നേരിടുന്നത്. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയും നാട്ടുകാരെ വിവരമറിയിച്ച് പരിശോധിക്കാനായി വരുമ്പോൾ ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ച ഒരു ഈ അമർ ഇലാഹിയാണ് ഇവർ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടാനാക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു ചെയ്തത്. തൊടുപുഴ MLA PJ ജോസഫ് എല്ലാം തന്നെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു അറിയിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കളക്ടറുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനം മാറ്റുന്നതിനായി കളക്ടറെല്ലാം ഇടപെട്ടതിന് ശേഷമാണ് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു മേഖലയിൽ ഇടയ്ക്ക് കാട്ടാന ഇറങ്ങുകയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തിരുന്നു. 4 വർഷം മുൻപാണ് ഈ ഒരു മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. ഈ ഒരു 4 വർഷമായി പല തവണകളായി കാട്ടാന ഇറങ്ങുകയും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗമെല്ലാം വിളിച്ചതിന് ശേഷം ഇതിനൊരു അടിയന്തര തീരുമാനം അല്ലെങ്കിൽ ഇതിലൊരു അടിയന്തര നടപടി ഈ ഒരു കാര്യത്തിൽ എടുക്കുമെന്നെല്ലാം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഒരു ഉറപ്പെല്ലാം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാട്ടാന ഈ ഒരു മേഖലകളിൽ, ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള യാതൊരു നടപടികളും വനവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ വളരെയധികം വലിയ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. ഈ ഒരു മേഖലകളിൽ, ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നതെല്ലാം തന്നെ ഇതിനൊരു അടിയന്തരമായൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പെരിയ പുഴ കടന്നാണ് ഈ ഒരു മേഖലയിൽ, മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. ഇത്തരത്തിൽ വരുന്ന കാട്ടാന വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെയെല്ലാം വിധിക്കുന്നത്. എന്നാൽ ഈ ഒരു തൊടുപുഴ ടൗണിന് 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു മേഖല, ഈ ഒരു മുള്ളരിങ്ങോട് മേഖല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൗണിനോട് കുറച്ചധികം ചേർന്ന് കിടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയും ടൗണിലേക്കും, അതായത് തൊടുപുഴ ടൗണിലേക്കും ഇത്തരത്തിൽ കാട്ടാൻ ഇറങ്ങുന്നതിനും പലതരത്തിലുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം തന്നെ കൂടുതലാണ്. അതൊന്നും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇനി ഈ ഒരു കാട്ടാൻ ആക്രമണത്തിൽ ഇതുവരെയും വനംവകുപ്പും അധികൃതരൊന്നും തന്നെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും കൂടുതലായി കാട്ടാനകൾ ഇറങ്ങാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതകളെല്ലാം തന്നെ കൂടുതലാണ് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ ഒരു ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ടൗണിലേക്കും ഇനിയൊരു കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഒരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. കാളിദാസ്. അതെ, അതുതന്നെയാണ്. തീർച്ചയായും ജനവാസ മേഖലകളിലെ വന്യജീവി ആക്രമണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഏറെ നാളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യവുമുണ്ട്. അതിനെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളുമെല്ലാം ഉയരുന്നുണ്ട്. അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് കോതമംഗലത്തും ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണമോ എല്ലാം ഉണ്ടാകുന്നതും അതിൽ ഒരാൾ മരണമടയുന്നതും. എന്തായാലും ഇതിലൊരു കൃത്യമായൊരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം തടയാനായി കൃത്യമായൊരു സംവിധാനം തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നും കൈക്കൊള്ളേണ്ടതുണ്ട്. വിവരങ്ങളാണ് അമിഷ പ്രദീപ് നൽകിയത്.